അച്ഛാ അമ്മ കുളിമുറിയിലെ കാല് തെറ്റി വീണു. എഴുന്നേക്കടി, നീ എന്താണ് പുസ്തകാരി ആശാനെ ഇത് നടുവെട്ടിന്റെ സീസണാണ്. അല്ല, താഴൊരു പേഷ്യന്റ് നടുവെട്ടി കിടപ്പുണ്ട്. ദേ ഇപ്പൊ ഇവിടെയും പിടിക്കടാ, അല്ലെങ്കിൽ എന്റെ നടുവിട്ടു. ആശാന നിങ്ങളെ ക്രൈം വിളിച്ചാലോ? ഒന്ന് പൊക്കടാ, ഒന്ന് നടന്നേ ഹേമു. എനിക്ക് നിക്കാൻ പറ്റുന്നില്ല, പിന്നല്ല നടക്കുന്നത്. അയ്യോ ആശാനെ വീണപ്പിന് നടുവിന് ഡിസ്കൂരി തെറച്ചു വേണ്ടോ? എനിക്ക് വേദന എടുത്ത് നിക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇത് പ്രശ്നാട്ടാ. നീ വണ്ടി ഇരിച്ചിട്ട്. ആശാനെ നേരത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് നന്നായി. എന്താടാ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടാലാ? നിനക്കാണ് അപസമ്പ്രദായ വേഗം ചെല്ലടാ. അതെ, എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക്. വീണ്ടവർ എത്രയും പെട്ടെന്ന് വീണ്ടാണ്. ഇനി ആ വണ്ടി ഓട്ടം പോകൂല. വേഗം ചെല്ലാൻ. കണ്ട, നിങ്ങൾ രണ്ടാളുടെ അച്ഛന്റെ തനിക്കോണം കണ്ട ഓളൊന്ന് വീണെന്ന് പറഞ്ഞപ്പോ എന്നിട്ടിട്ട് പോയത് കണ്ട. അമ്മ, അത് ഹേമാമ്മ വീണതോണ്ടല്ലേ? ഞാൻ ഇവിടെ 2 ദിവസമായിട്ട് നടുവേനും കൊണ്ട് പെടാപ്പാടുപെടുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കി അങ്ങേര്. അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ? ആ, അത് ഞാനിവിടെ കിടന്ന് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടില്ലേ? അമ്മ ഇങ്ങനെ ചെറിയ കാര്യത്തിലൊന്നും പ്രശ്നം ഉണ്ടാക്കല്ലേ? ഉണ്ടാക്കണേ. അവസാനം നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവൂലൂ. അമ്മേ, ഞാനെന്ന് ഹേമാമ്മ എടുത്ത് പോയി നോക്കിട്ട് വരട്ടെ. എന്റെ അപ്പ സ്വന്തം അമ്മയുടെ നടുവേന കൊണ്ട് പൊളയുമ്പോ ഓ കോളെ ഹേമാമേനെ കാണണം പോലും. നീ അവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിട്ട്. കാളി, നീയും അടിയും പോവൂല. ഓള് വീണതൊന്നായിരിക്കൂല, എന്നെ കൊണ്ടുപോവാന്ന് പ്രേമേട്ടൻ പറഞ്ഞതിന്റെ അസൂയായിരിക്കും. എനക്ക് നടുവേന വന്ന് കിടന്ന ഒറ്റക്ക് വീട് പണി മുഴുവൻ എടുക്കേണ്ടി വരില്ലേ? അതിന്റെ അടവായിരിക്കും. ഒന്നും മിണ്ടാതിരിക്കണ്ട അമ്മേ. ഞാൻ മിണ്ടാണ്ടിരുന്ന എല്ലാം സഹിച്ചപ്പോ തലേ കയറി തുള്ളാൻ തുടങ്ങിയില്ലേ? ഇനി ഞാൻ വിടൂല. പതുക്കെ പതുക്കെ. എന്തിനാ പിടിച്ചോണ്ട് വരുന്നത്? എടുക്കായിരുന്നില്ലേ? ലാലേട്ടൻ എടുക്കാന്ന് പറഞ്ഞതാ. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. എന്നിട്ട് വേണം എന്റെ നടു വെട്ടാനായിട്ട്. പ്രേമേട്ടാ, ഇങ്ങോട്ട് വാ. അയ്യോ, ലാലേട്ടൻ നടുവേദന ഇപ്പൊ നിന്റെ നടുവേന മാറിയല്ല? മാറിയിട്ടൊന്നുമില്ല. ഒന്ന് പിടിച്ചേനെ. അയ്യോ, എന്റെ നടു. ആശുപത്രി കൊണ്ടുപോകാനുള്ള വേദനയൊക്കെ ഉണ്ടോ അമ്മേ? എന്റെ നല്ല വേദനയുണ്ട്. അവളെക്കാളും വേദന എനിക്കുണ്ട്. ഹേമേനേക്കാൾ വേദന എനിക്കുണ്ട്. ലാലേട്ടാ, എന്നെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ. പ്രേമേട്ടാ, അതിനേക്കാൾ നല്ല ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോണേ. നിങ്ങൾ രണ്ടുപേരും സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ലാലേട്ടാ, ഓക്ക് നല്ലൊരു ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. അവക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് നിന്റെ സുഖം മാറും. ആശാനെ വണ്ടി റെഡി ആയിട്ടാ. പിന്നെ ഞാൻ നിലവിളി ശബ്ദമില്ല. അത് ഇവരിട്ടോളൂ. അത് ഹോസ്പിറ്റലിൽ ഇല്ലാതെ ആശാന ഇട്ടോളൂ. ലാലേട്ടാ, പോവാന്ന് പറഞ്ഞാ മതിയോ? വയ്യാണ്ടിരിക്കല്ലേ, പിടിച്ച് കേറ്റ്. ഓളെയാന്ന് ഈ വണ്ടിയിൽ ആദ്യം കേറ്റുന്നെങ്കിൽ ഞാൻ പിന്നീട് കയറൂല. ലാലേട്ടന് ഇത് ആരെയാ പേടിച്ചിരിക്കുന്നത്? കേറാത്തവര് കേറണ്ട, എന്നെ പിടിച്ച് കേറ്റുവന്ന്. ആദ്യം ഹേമേറട്ടെ, എന്നിട്ട് സൂനെ പിടിച്ച് കയറ്റ. അത് പറ്റൂല. എനക്കന്ന് ആദ്യം അസുഖം വന്നിനെ. എന്നാ സൂ നീ ആദ്യം കയറി. അപ്പൊ കുഴപ്പമില്ല. അത് പറ്റത്തില്ല. രണ്ടാമത് ഞാൻ കേറത്തില്ല. തർക്കിച്ച് നിൽക്കാതെ ആരെങ്കിലും ഒന്ന് കേറാമോ? അമ്മ വയ്യാതിരിക്കുമ്പോ ഈ വാശി കാണിക്കണോ? ഇവിടെ കിടന്ന് ചത്തുപോയാലും ശരി, ഞാൻ വിട്ടുകൊടുക്കൂല. ഞാനും ഇതിനോട് തീരുമാനം ഉണ്ടാക്കട്ടാ, ഇല്ലെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താടാ ഈ വണ്ടിമാൻ തലയിൽ പൊട്ടിക്കും. നീ വണ്ടി എടുക്കടാ. ആശാനെ അങ്ങനെ ഒരു തീരുമാനം. അങ്ങോട്ട് കിടക്കണേ. ആശാനെ ഡോർ തുറക്കടാ. ഇനി മുന്നിലായിരിക്കും. ഒരുമിച്ച് കയറി ഡോറ് പൊളിക്കും. നിങ്ങള് ഇത് കാണാൻ പെണ്ണ് കെട്ടാത്ത നല്ലെന്ന് തോന്നുന്നു. 2 കെട്ടാത്തെന്ന് പറയടാ. ഇനി അതിന്റെ കൂടെ കുറവുള്ളൂ. ആശാൻ കയറി. നീ കയറ്. അല്ല, ആശാനിലെ മൂത്ത ആശാൻ കയറി. നീ കളയതല്ല, നീ കയറാ. അല്ല, ആശാങ്കർ ആശാനെ കയറി വണ്ടി എടുക്കടാ. എന്തിനാടാ? ഒന്ന് പടുക്കടാ. കമോണ്ടറാ, വെസ്റ്റണ്ടല്ലടാ. ആത്മാർത്ഥ കാണിക്കടാ മോനെ. വെസ്റ്റണ്ടല്ലടാ. ഞാനിപ്പോഴാ വിവരം അറിഞ്ഞേ. രണ്ടാൾക്ക് പ്രശ്നമൊന്നും. അവർക്ക് എപ്പോഴും പ്രശ്നം തന്നെയാണല്ലോ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? ഇനി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ഒന്നും ബാക്കിയില്ല. സ്കാൻ ചെയ്തപ്പോ ഒരു പുക മാത്രമേ ഉള്ളൂ എന്ന് പറയണേ. അപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. രണ്ടാളും പറയണത് അവർക്ക് കണ്ടു കാര്യമായിട്ട് പ്രശ്നമാണ്. ആശാന്റെ കുറച്ച് കാശ് പോയത് മാത്രം മച്ചാ. അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് പട്ടിണിയാ. ഇതൊക്കെ മൂത്തൊന്നാലും രക്ഷയുള്ളൂ.
വേദന എന്ന് പറഞ്ഞ് രണ്ടുപേരും കിടക്കുന്നേരം നിന്നിട്ടില്ല. അപ്പൊ ഇന്നത്തെ ഫുഡിന്റെ കാര്യവും ഗോവിന്ദ. ഹേമൻ സുഖം നല്ല വാശിയില്ല. അടുക്കള കയറില്ലെന്നാ പറഞ്ഞേക്കണം. അതാണല്ലോ പറമ്പിൽ കൂടെ മൊത്തം ഞാൻ അലഞ്ഞെടുക്കണത്. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. നോക്കണ്ട, ഇത് എണ്ണി വെച്ചേക്കണെന്ന്. ഓ കൊലയെ തൊട്ടാ ഇവിടെ കൊല നടക്കും. എനിക്ക് എന്റെ പിന്നെ ഞാൻ ഇന്നെന്തായാലും കാണാൻ തുടങ്ങിയത് വേണ്ട. മോളെ, മഞ്ഞുരുകണേന്റെ വലിയ ലക്ഷണമുണ്ടോ? ഒരു രക്ഷയുമില്ല. അമ്മ എന്തായാലും കട്ട കലിപ്പില്ല. അത് വയറിനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എടി നിനക്ക് വിശക്കല്ലേ? തൽക്കാല ആശ്വാസത്തിന് ഞാൻ പഴം കഴിച്ചു. പഴമെങ്കിൽ പഴം. എവിടെ ഇരിക്കണേ? അയ്യോ, അത് മുഴുവൻ ഞങ്ങൾ തൊടുത്തു. നല്ല സ്നേഹമുള്ള മോള്. സന്തോഷായി മോളെ. ഒരു ഉപകാരം ചെയ്യാമോ? അമ്മയടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയുമോ? അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ? നിന്റെ അമ്മക്കൊരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ലെന്ന്. സുഖം അടുക്കളയിൽ കയറാതെ അമ്മ അടുക്കളയിൽ കയറുന്ന എന്തായാലും എനിക്ക് തോന്നുന്നില്ല. രണ്ടമ്മമാർ കൂടി എന്നെ പട്ടിണി കിട്ട് കൊല്ലോ. മോളെ, ഒന്ന് സ്നേഹത്തിൽ പറഞ്ഞോ മോളെ. ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. തനകേണ്ട മോളല്ലേ? ചെല്ലു മോളെ, ചെല്ല് പ്ലീസ്. ചെല്ലി പറ. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവമേ, ചേച്ചിനി എന്താണോ ഉണ്ടാക്കാൻ പോണത് നോക്കാം. അമ്മേ, അമ്മേ, എന്തുവാടി? വിശക്കുന്നു. വിശക്കുന്നുണ്ടല്ലോ, അതാ വേണ്ട. വിശന്നേ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്റെ വില മനസ്സിലാവട്ടെ. എണീക്കമ്മേ. ഏറ്റു പോയേ. നല്ല വിശപ്പുണ്ടെങ്കിലേ ചെന്ന് അച്ഛനോട് പറ. ചെല്ല്. അമ്മേ, ഒരു രക്ഷയില്ലെന്നേ. നോക്കി വെച്ചി എന്റെ ആമാശം ചേച്ചിനെ പ്രാകും. ഞാൻ പോണോ? മോളെ, കനകേട്ടന് ആകുള്ള ആശ്രയം മോള. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ചെല്ല്. കനകേട്ടന്റെ മോളല്ലേ? ചെല്ല് ചെല്ലു മോളെ, ചെല്ല്. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വാ, ഞാൻ സഹായിക്കാം. എനക്കങ്ങനെ കഴിഞ്ഞേയില്ല. നല്ല വേനയുണ്ട്. ഓക്കൊരു പ്രശ്നമില്ലല്ലോ. ഹേമ കയറട്ടടുക്കളയില്. ഹേമാമ പറയുന്ന അമ്മയ്ക്കൊരു കുഴപ്പമില്ല, അമ്മ ആദ്യം കയറട്ടെ എന്നാ. ആഹാ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഓളാണോ തീരുമാനിക്കുന്നത്? ടെസ്റ്റിലൊന്നും കാണാനില്ലാത്ത സ്ഥിതിക്ക് ആ ഡോക്ടർ എനിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. അയാൾക്കൊരു ചുക്കും അറിയില്ല. അമ്മേ, അയാൾ ഓർത്തോ സ്പെഷ്യലിസ്റ്റാ. ഹേമാമയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞത്? ആ പറഞ്ഞത് കറക്റ്റാ. ഓക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മേ, കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കാതെ ഒന്ന് എണീക്ക്. എന്നെ ഒറ്റക്ക് ഇടുന്ന് എണീപ്പിക്കാന്ന് ആരും വിചാരിക്കണ്ട. അമ്മ എണീറ്റാലേ ഹേമാമ വരത്തുള്ളൂ. ആദ്യം ഓള്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ നല്ല ദേഷ്യത്തിലാണേ. എന്നാലേ കൊച്ചു നാളത്തേക്ക് അടുക്കളയിലേക്കേ കേറുന്നില്ല. നിങ്ങൾ അച്ഛനും മക്കളും കൂടി എന്നാ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം. സുഹാസിനിയുടെ കളി. ഞാൻ പട്ടിണി ഒന്ന് ചാവൂന്ന്. രണ്ടാളും ഒരു ഇഞ്ച് പൊറോട്ടില്ലാട്ടാ. എനിക്ക് പറ്റില്ല ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ടോ? പട്ടിണി നടക്കുന്ന വഴിയാണ്. എന്നെ കൊണ്ടുവരില്ലാട്ടാ. ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിയിട്ടുണ്ട്. ഇന്ന് കൃത്യം 10 മണിക്ക് വേലക്കാരി ഇവിടെ എത്തും. നല്ല ജോലിക്കാരില്ലേ? നീ അവിടെ നമ്മളെ നോക്കൊണ്ടുവരുമോ? ഏയ്, സുന്ദരി, സുശീല, സൽസ്വഭാവി എന്നൊക്കെയാണ് ഏജൻസിക്കാർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആശാനെ, 2 ഭാര്യമാര് ഇവിടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോ ഒരു വേലക്കാരെ കൊണ്ടുവന്ന ആൾക്കാരെന്താ പറയാ? ആശാനത് കുറച്ചില്ലല്ലേ? എന്ത് കുറച്ചല്? ദേ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഇത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ ഒപ്പിച്ചത്. ചെറുപ്പക്കാരികളായ വേലക്കാരികൾക്ക് ഒരുപാട് ഡിമാൻഡ്. കനക, നോട്ട് ദ പോയിന്റ്. എടാ, എത്ര കാലായി നീ പെണ്ണ് അന്വേഷിച്ചെടുക്കണത്? വല്ല കാര്യം നടന്ന? എന്നെ കെട്ടാനുള്ള ഭാഗ്യം അവർക്ക് വേണ്ട ആശാനെ. പോട്ടെന്ന് പുല്ല്. എടാ കനക, ഈ വരുന്ന വേലക്കാരി ആയിരിക്കും നിന്റെ മോഹവല്ലി. അല്ല, ഏജൻസിക്കാർ അതും പറഞ്ഞ. എടാ, നീ അവളെ വളച്ച നിനക്ക് വേറെ പെണ്ണന്വേഷിച്ചെടുക്കേണ്ട കാര്യമില്ല. വെറുതെ ബ്രോക്കർ ഫീസ് കൊടുത്ത് മുടിയും വേണ്ട. പറഞ്ഞ് കൊതിപ്പിക്കില്ല ആശാനെ. ദൈവമേ, സുഹാസിനി ചേച്ചിയുടെ ഹേമേച്ചിലും വഴക്ക് ഒരിക്കലും തീരായിരുന്ന മതി. എന്റെ കുടുംബം കലക്കിട്ടുണ്ടോ നിനക്ക് കുടുംബം ഉണ്ടാക്കാനായിട്ട്? ഒന്ന് ചെയ്യാനല്ല ആശാനെ, മറ്റൊന്നിന് വളാവുള്ളൂ. എന്നാ ഒരു കൈ നോക്കിക്കോ. ഒരു കൈയല്ല, ഞാൻ എന്റെ 2 കൈ ഇതിനു വേണ്ടി പ്രവർത്തിപ്പിക്കും. എന്തേ കുഴപ്പമുണ്ടോ? എത്ര നേരം ഇവിടെ കാത്തിക്കണം? അവര് വരുമോ? വരാതെ എവിടെ പോവാൻ ആശാനെ? ഏജൻസിക്കാർ ഉറപ്പ് തന്നാ. ഏജൻസിക്കാർ ഉറപ്പാണ് നോക്കട്ടെ. നിനക്ക് ഉറപ്പുണ്ട? പിന്നെ എനിക്ക് ഉറപ്പില്ലേ? അച്ഛാ, ഞാൻ ചായ തിളപ്പിക്കട്ടെ? തിളപ്പിക്കുന്നേ കൊള്ളാം, ചായ തന്നെ ആവണം. എന്തിനാ ആശാന അറിയാത്ത പണി ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ? വേലക്കാരി പെണ്ണ് ഇപ്പൊ എത്തില്ലേ? എന്ന് ഉദ്ഘാടനം അവളുടെ ചായ തന്നെ ആവണം. പിന്നെ അല്ലാതെ എന്ത് പോലോട് ഓവറല്ലല്ലോ അല്ലേ? വേലക്കാരി കൊച്ചു വരുന്നല്ലേ? ഒന്നും ഒരുങ്ങി നിന്നില്ലെങ്കിൽ മോശമല്ലേ? എന്താണേട്ടോ ഒരു ഇളക്കം? നമ്മൾ വൃത്തിയും വെടുപ്പുള്ള ഫാമിലിയാണെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അവർക്ക് വൃത്തി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ വൃത്തി. അതെ അതെ, അവളെത്തി. ആശാനെ,
കോളേജിലാണുള്ള വരവ്. അമ്പ് എനിക്കൊരു പ്രതീക്ഷയാണ് കേട്ടോ. എന്തിന്? അത് പിന്നെ ഞാൻ ചവിട്ടി പറഞ്ഞുതരാം. പറയണം. ഞാൻ മുങ്ങാണ്ട് മറിയിച്ചെടുത്ത് എന്ത് ഇവിടെ വന്നേക്കണേ? ഇപ്പൊ കാര്യം എളുപ്പമായില്ല കനക. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടല്ലോ. ഏത് നേരത്താണോ ഭസ്മം തൊടാൻ തോന്നിയത്? ഭസ്മോ? ഇതാണാ വീട്? വെരി സ്മോൾ. എന്റെ നിലക്കും വിലക്കും അനുസരിച്ച് ഒരു 3 നിലയെങ്കിലും വേണം. നിങ്ങൾ വീട് പണിക്കല്ലേ വന്ന്, അല്ലാതെ വീട് വാങ്ങിക്കാൻ വേണ്ടി വന്നല്ല. ഓ, ഇവിടെ ഉണ്ടായിരുന്ന എന്റെ പ്രതീക്ഷ മൊത്തം കളഞ്ഞില്ലേ? തള്ളേ, ആരുടെ എന്റെ തള്ള? ചേട്ടത്തി അകത്തേക്ക് ചേട്ടത്തിയാ? ആരുടെ എന്റെ ചേട്ടത്തി? ദേ, എന്നെ മറിയെ കൊണ്ടിട്ട് വേണം വിളിക്കാൻ. എന്നാ കുട്ടി അകത്തേക്ക് വരൂ, ഒരുപാട് പണിയുണ്ട്. ആദ്യം ഞാൻ വീടും പരിസരമൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ട് മതി നിന്റെ പണി. കുട്ടിക്ക് നാളെ പരീക്ഷ ഉണ്ടോ? പരീക്ഷ എനിക്ക് പണ്ട് ഇഷ്ടമല്ലടാ. ആദ്യം ഞാൻ വീടും പരിസരമൊക്കെ ഒന്ന് കാണട്ടെ, എന്നിട്ട് വേണം നിക്കളോ വേണ്ട തീരുമാനിക്കാൻ. ആ, വാടാ. വാടാ ഇങ്ങോട്ട്. ഇപ്പോഴാണ് കറിയേട്ടന് കറക്റ്റ് മാച്ച് ആയ ഒരാളെ കിട്ടിയിട്ട്. കവിത ഓ, ചവിട്ടി പൊളിക്കൂ. ചവിട്ട് നാടകം അതൊക്കെ ചവിട്ടി മതി, ഭരതനാട്യം കളിക്കണ്ട. ആ, നല്ല അന്തസ്സുള്ള കുടുംബക്കാരുടെ കൂടെ ഞാൻ ഇന്നുവരെ നിന്നു. അന്തസ്സുള്ളവരെ ഞങ്ങളിവിടെ പണിക്ക് നിർത്താറുള്ളൂ. ആ, ഇയാളാരാ? രാവണനാണ്. ഓ, അറിഞ്ഞില്ല, ക്ഷമിക്കണോ. 10 തല എവിടെ? അതെന്നെ കൊണ്ട് പുറത്തേക്ക് എടുപ്പിക്കരുത്. ഓ, ഈ സാറിനെ നിങ്ങളെയൊക്കെ കണ്ടറിയാം, നല്ല മാന്യന്മാരാണ്. അതുകൊണ്ട് ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നു. സന്തോഷമായില്ലേ? ഐശ്വര്യമായിട്ട് പണി തുടങ്ങിക്കോ. ഒരു ചായ ഇങ്ങടുത്ത്. ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഞാനും 3 കുട്ടികളും കനകനും പിന്നെ ചെറുതായിട്ട് 2 ഭാര്യമാരും. 2 ഭാര്യമാരോ? അപ്പാടത്ര മാര്യനൊന്നും അല്ലല്ലേ? ഭാര്യമാരുടെ രസത്തിലുമല്ല, അല്ലെങ്കിൽ ഞാൻ ഭാര്യരല്ല. 2 പേർക്കും ഒരുമിച്ച് നടുവേന വന്നു. അപ്പൊ നല്ല ഭക്ഷണം ഉണ്ടാക്കലാണ് നിങ്ങളുടെ പണി. 2 പേർക്ക് ഒരുമിച്ച് നടുവേദന? നടുവേദന പകരുമോ? തൽക്കാലം ഇവിടെ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി. ആ, പിന്നെ ഒരു കാര്യം, എന്റെ പ്രവർത്തന മേഖല ആരും കൈയെടുത്താൻ നിൽക്കരുത്. 2 ഭാര്യമാരും മുറിയിലുണ്ട്. ഒരാള് താഴെ, ഒരാൾ ഇവിടെ. അതെ, പോയി പരിചയപ്പെട്ടുള്ളൂ. അല്ല, കനകനുമായിട്ട് എങ്ങനെ പരിചയം? ആ, അതൊക്കെ ഉണ്ട്. അത് രഹസ്യമാ, ഞാൻ പറയില്ല. എന്നോട് പറ. എന്ത് ഐ ലവ് യു എന്നാ? അയ്യേ, അതല്ല, പിന്നെ കനകനുമായിട്ട്. ഞാൻ പറയില്ല. മനസ്സിലായി ആശാനേ. എന്റെ അമ്പു, ആ മുതുകുളം മധുളിയല്ലേ എന്റെ മുതുകത്തിട്ട് അന്ന് 8ന്റെ പണിയാണത്. എന്ത്? പെണ്ണ് ശരിയാവാൻ വേണ്ടി വിക്രമാദിത്യ തിരുവടികളെ പോയി കണ്ടാ മതി, ഇത് മധുളിയം പറഞ്ഞു. അയാള് തന്ന വശീകരണ ഭസ്മം തൊട്ടിട്ട് നോക്കിയത് ആ തള്ളയുടെ മൊത്തമായി പോയി. അപ്പൊ തുടങ്ങി ആ പിശാച എന്റെ കൂടെ ഉണ്ട്. കനക, ഇത് നിന്റെ വിധിയാടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കരുതിട്ടാ. അല്ലെങ്കിൽ പിന്നെ സുഹാസിനിക്കും ഹേമയ്ക്കും ഒരുമിച്ച് നടുവുളുക്കാനും വേലക്കാരിക്ക് വേണ്ടി ഏജൻസിയെ വിളിച്ചപ്പോ അവര് തന്നെ വരാനും ഒരു നിമിത്തല്ലടാ വിധി. നിങ്ങൾ ഒന്നിപ്പിക്കടാ കനക. അമ്പുവിന്റെ വായിലിരിക്കണ തെറിയേക്കരുതിട്ടാ. അതിന് എന്നെ തെറി വിളിച്ചിട്ട് എന്താ കാര്യം? എന്നെ തെറി വിളിച്ചാലൊന്നും ഭസ്മത്തിന്റെ ശക്തി കുറയില്ല കനക. അതിനി എത്ര മാച്ചാലും മായില്ലടാ കനക. എന്നെ വട്ടാക്കില്ല അമ്പു. ഇതിനൊരു പ്രതിവിധി എന്താന്ന് വെച്ചാ പറ. ഒരു പ്രതിവിധിയുണ്ട്, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുക. കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടാ. അമ്പോ, എന്തോ പുള്ളിക്കാരനെ കൂടി വിളിച്ചു. ഇതെന്താ ചിത്രം സിനിമയാ? പുള്ളിക്കാരൻ വാ. ആക്കല്ലേ, ആക്കുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കണോട്ടെ. അയ്യേ, ഇതെന്താ ഉച്ചക്ക് കഞ്ഞിയോ? ആ, എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല, ഞാൻ ഫുൾ ടൈം കഞ്ഞിയാ. അത് കണ്ടാലും പറയും.
കഞ്ഞി എന്ത് കഞ്ഞി ഇതെന്താ ചൂടില്ലാത്ത? അല്ല ഞാൻ ചൂടാക്കണോ ചൂടാക്കണം? ഇത് പച്ചവെള്ളം പോലെ ഉണ്ടല്ലോ. ഉണ്ടാക്കിയപ്പോ തന്നെ ചൂടുണ്ടായിരുന്നു. എന്നാ പിന്നെ അപ്പ വിളിച്ചൂടായിരുന്നോ? അത് പിന്നെ ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഉച്ചക്ക് തന്നെ കഴിക്കണം. അല്ലാതെ 10 മണിക്ക് കഴിച്ച ഭക്ഷണമാകിയല്ല. എന്ന് വെച്ചാ 3 നേരം വെച്ച് വിളമ്പിയാ എനിക്ക് ബോറടിക്കും. രാവിലെ ഒരു വെപ്പ്, 3 നേരം ചൂടുള്ള ഒഴിച്ച് അവിടെ തരും. അതും ഒരു പണിയല്ലേ? അയ്യേ അമ്മ ഇതെന്താ? ഇത് എങ്ങനെയാ കഴിക്കുന്നത്? ഒരു കുഴപ്പമില്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഞ്ഞി ഞാൻ കഴിച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു സാധനം വേസ്റ്റ് ആക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് നല്ല കാര്യം. കഴിക്കണമെങ്കിൽ കഴിച്ചോ, ഇല്ലെങ്കിൽ സർക്കാർ ഇട്ട് പായസം ഉണ്ടാക്കി തരും. ഇത് വായിൽ വെക്കാൻ കൊള്ളണ്ടേ? ഈ കഞ്ഞി ഇപ്പൊ കുടിച്ചില്ലെങ്കിൽ ഞാനിത് ഊറ്റി വൈകിട്ട് ചോറാക്കി തരും. വേണമെങ്കിൽ എടുത്ത് പോന്നിട്ട് പോകും. വേഗം കുടിച്ചോ, അതാ നല്ലത്. ഇതിന് കൂട്ടാൻ വല്ലതും ഉണ്ടോ? പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി പപ്പടവും പയറും. എന്നാ വേഗം എടുത്തോ. അതുണ്ടാക്കുന്ന എനിക്കുണ്ടായിരുന്നു. എനിക്ക് 2 കയ്യുള്ളു. പ്രേമട്ടാ, നിങ്ങൾക്ക് എവിടുന്ന ഈ സാധനത്തിന് കിട്ടീനെ? വേണമെങ്കിൽ ചുട്ട മുളക് കൂട്ടി കഴിച്ചോ. അല്ലേ സാറേ? പിന്നെ കഞ്ഞിക്ക് മുളക് നല്ല അത് പറഞ്ഞു കൊടുക്കാങ്ങാട്. വിശപ്പുണ്ടെങ്കിലേ ഇത് നല്ല രസമായിരിക്കും. നിങ്ങളെന്താ തള്ളേ ഇവിടെ വെച്ച് വിളമ്പാൻ വന്നേന്നോ അതോ ഞങ്ങളെ ഭരിക്കാൻ വന്നതോ? നിന്നെ കൊണ്ടൊക്കെ പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കണ തിന്നാ മതി. പറ്റിയില്ലേ 2 പേരും എഴുന്നേറ്റ് പോയിക്കോ. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളെ ഭരിക്കാൻ വരുന്നോ? ഞാനിത് അനുവദിക്കൂല. എനിക്ക് വേണ്ട നിങ്ങളെ ഊള കഞ്ഞി. എനിക്കും വേണ്ട. ഇന്ന് ഹർത്താലാണെന്നുള്ള കാര്യം മറക്കണം. ഞാൻ പട്ടിണി ഇടുന്നോളാം. ഈ കഞ്ഞി ചില കഞ്ഞികൾ കുടിച്ചാൽ മതി. കഞ്ഞി അല്ല കവി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞിയല്ലേ, നിങ്ങൾ തന്നെ ഇരുന്ന് മോന്ത്. എന്താ സ്പെഷ്യലി ബീഫ് എടുത്തതാണ്. ഞാൻ കഞ്ഞി വിളമ്പി തരാം. ഇവിടെ ഇന്നും കഞ്ഞിയാണോ? അല്ല നല്ല ചുട്ട മുളകുണ്ട്. ആ സ്വന്തം കണ്ണി തെച്ചാ മതി, എനിക്ക് വേണ്ട. അങ്ങനെ പറയല്ലേ കേട്ടാ. നാളെ മുതൽ പാൽക്കഞ്ഞി വെച്ച് തരാം. എന്നാലേ കഞ്ഞിന്ന് വിടൂല്ലേ? ഒരു പ്രശ്നമില്ല. അവിടെ അമ്മേ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. നിങ്ങൾ എന്താ നീ വഴക്കും വെക്കണമൊക്കെ നിർത്താത്തേ? കാളി, നീ നിന്റെ കാര്യം നോക്കി പോയട്ടെ. എനിക്ക് എന്റെ കാര്യം നോക്കാറിയാം. ഞാൻ അപ്പോഴേ പറഞ്ഞത് ശരിയാവത്തില്ല. സംസാരിച്ച തീരാത്ത പ്രശ്നമുണ്ടോ? നിങ്ങൾ ഈ പ്രശ്നം തീർക്കാതിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ മറിയടത്തി ഇനി ഈ വീട്ടിൽ നിർത്തിയ അത് അപകടമാണെന്ന് 2 അമ്മമാര് മനസ്സിലാക്കിക്കൊള്ളാം. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തോലെ അവസാനം നമ്മൾ ഈ വീടിന് പുറത്താവും. അവരെങ്ങനെ ഇവിടെ എത്തിയത്? ഇവിടുത്തെ വഴക്കാരനല്ലേ. അവരെ ഇവിടെ ഓടിക്കണമെങ്കിൽ നിങ്ങൾ 2 അമ്മമാരും ഒന്നിച്ചു നിന്നേ പറ്റൂ. എനിക്കൊന്ന് നടുവേന വന്നപ്പോ ഇവളൊന്ന് തിരിഞ്ഞു നോക്കീനാ. അത് പിന്നെ എനിക്ക് അടുക്കളയിൽ എന്തോരം പണിയുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ. നീ ശരിക്കും വീണല്ലോ, അഭിനയിച്ചല്ലേ? സുഖിച്ചേച്ചി അഭിനയിച്ചല്ലേ നടുവേദന? ഒന്ന് നിർത്തോ. നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടൽ ഇനിയും തുടർന്ന മറിയടത്തിയുടെ ഈ ഭരണം തുടരുവേ. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഒരു പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി 2 ശത്രു രാജ്യങ്ങൾ പോലും ഒന്നിച്ച് നിൽക്കാറില്ലേ? വിട്ടുകളാമേ, ഒന്ന് മസില് വിടമ്മേ. എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എനിക്കാണോ പ്രശ്നം? പിന്നെ ആർക്കാ പ്രശ്നം? ഞങ്ങൾക്കാണോ പ്രശ്നം? കൈ കൊടുത്ത 2 പേരും കൈ കൊടുക്കുന്നേ. ഒന്ന് ചിരിക്കമ്മേ. വേലക്കാരിയായി വന്ന് വീട്ടുകാരിയുടെ 10 പവൻ സ്വർണ്ണാഭരണം കവർന്നു. 10 പവനൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടുപോയ കള്ളന്മാര് കപ്പലേറിയവരില്ലേ? 10 പവനുടെ എന്തൊക്കെ ചെയ്യായിരുന്നു? പണയം വെച്ച് കളിക്കായിരുന്നു. ഇനിയിപ്പൊ വിറ്റാലെന്താ? മുക്കുകൊണ്ട മകരം വെച്ചാ പോരെ? അച്ഛാ, മറിയടത്തെ കാണുന്നില്ല. അവരടുക്കളയിൽ ചായ ഉണ്ടാക്കണുണ്ടാ കൂടി? ഇല്ലെന്നേ, ചായ ഉണ്ടാക്കുന്ന അമ്മയും ഹേമാമയും കൂടിയാ. അവരടുക്കളയിൽ കയറിയാ? അവരൊന്നിച്ചാ? ഇന്നലെ രാത്രിയിൽ ഒരു കോംപ്രമൈസ് ആയി. ഇപ്പോഴേ 2 പേരും അടയും ചക്കരയാ. ദൈവമേ, എന്റെ നല്ല കാലം തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇനി എന്തിനാണ് മറിയച്ചെടുത്തി? അച്ഛാ, അവരുടെ പൊടി പോലും കാണാനില്ല. അവരവിടെ എവിടെയെങ്കിലും ഉണ്ടാവോടാ? ഇല്ലെന്നേ, അവരുടെ ബാഗ് സാധനങ്ങളൊന്നും കാണാനില്ല. എന്നാലും അവര് പറയാതെ പോലും മോശമായി പോയല്ലേ? അയ്യോ, വാർത്ത വായിക്കുമ്പോഴേക്കും അതുപോലെ തന്നെ സംഭവിച്ചില്ല. ഇതത് തന്നെ. ഏത്? എടി, നീ അകത്തുനിന്ന് മാലയും വളയും വില പിടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടാ നോക്ക്. എന്തിന്? എടി, അവര് വേലക്കാരുടെ രൂപത്തിൽ വന്ന കള്ളിയാണെന്ന്. കള്ളിയോ? ദൈവമേ, എന്റെ നെക്ലേസ്, എന്റെ മൊബൈൽ. എനിക്ക് പോവാനൊന്നും ഇല്ലാത്തോണ്ട് ഭാഗ്യം. എടി, വായും പൊളിച്ചിരിക്കാതെ പോയി നോക്കടി. ചെല്ലടാ. ഈശ്വര, കനകൻ, കനകോ.
ആശാനെ എന്താ പ്രശ്നം? എടാ മറി എടുത്ത് ഒളിച്ചോടി പോയിന്ന്. ആ കുടി കിട്ടണുള്ള കഞ്ഞിയും പോയാ? അത് നീ പേടിക്കണ്ട, സുഖവും ഹേമും ഇവിടെ തന്നെ ഉണ്ട്. ഓ സമാധാനായി. നിന്നെ കാണായപ്പോ ഞാൻ വിചാരിച്ചു നീ അവരോട് ഒളിച്ചോടി പോയി. അതിലും വരെ ഞാൻ ആത്മഹത്യയില്ല. എന്നാ പോയി ചെയ്യ്. ആശാനം നിങ്ങളുടെ കിടത്ത് തപ്പണത്? എടാ പറയാണ്ടാണല്ലോ മുങ്ങിയത്. വല്ലതും അടിച്ചുകൊണ്ടാണ് പോയെന്ന് ആർക്കറിയാം. ആ അതിന് സാധ്യതയുണ്ട്. ആ കൂടുതൽ വശപ്പശക്കുണ്ട്. എന്തായാലും തള്ള പോയത് നന്നായി. അച്ഛാ എന്റെ ഒന്നും പോയിട്ടില്ല കേട്ടോ. പേടിക്കണ്ട അച്ഛാ, ഒന്നും പോയിട്ടില്ല. എന്റെ ഒന്നും പോയിട്ടില്ല. എനിക്ക് പിന്നെ പോകാനൊന്നുമില്ലല്ലോ. ഒന്നുകൂടി പോയി നോക്കടി. ലാലേട്ടാ, എന്റെ ഒരു മാല പോയിട്ടുണ്ട്. ഈശ്വര, ഇപ്പൊ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത് ഇപ്പൊ പൊക്കാം. അത് വലിയ പ്രശ്നമുള്ള മാലൊന്നും അല്ലടാ. മാല പോയിട്ട് കൂസലില്ലാതെ നിൽക്കണം. സ്വർണ്ണം എന്ന് പറഞ്ഞിട്ട് ഹരി വാങ്ങിച്ചെന്ന റോൾഡ് ഗോൾഡ് മാലയില്ലേ, അതാ കാണാതായത്. എന്നത് വിൽക്കാൻ ചെന്നപ്പോ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടാവും. ശരിക്കും പേടിച്ചു ഇനി. എന്തായാലും സ്വർണ്ണം ഒന്നും എടുത്തിട്ടില്ല കേട്ടാ. പൊള്ളയിൽ ഏറ്റവും തൂക്കമുള്ള മല ഹേമയുടെയായിരുന്നു. റോൾഡ് ഗോൾഡാണെങ്കിലും ആശാനെ നമ്മളൊന്നും ആ മാല അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലായിരുന്നില്ലേ? ഇന്നും അറിയിച്ചെടുത്തി അത് കൊണ്ടുപോയനെ. അത് നന്നായി. ഒന്ന് പതുക്കെ പറയടാ, ഇതറിഞ്ഞാ നമ്മൾ ജീവനോടെ ഉണ്ടാവില്ല. എന്താ പ്രേമേട്ട ഒരു സ്വകാര്യം? ആ മാല പോയത് നന്നായിന്ന് പറയുന്നു. ഇതിപ്പോ കലത്തിന്ന് പോലെ കഞ്ഞിക്കലത്തിൽ തന്നെ ഉണ്ടല്ലോ. അതേത് കാലം? അതൊരു ഉപമ പറഞ്ഞതാ. ആ ഉപമ എങ്ങനെ കനക ഇവിടെ ചേരുവാ? എന്റെ സുഹു, ഈ കനകം പറയുന്നത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ചേർന്നിട്ടുണ്ടാ? ഇല്ലല്ല. കനക കൊലപ്പ് കൊടുക്കാതെ പോടാ. അല്ല സാർ ഞാൻ മറ്റേ മാല മനസ്സിലായടാ, എല്ലാം മനസ്സിലായടാ കേട്ടാ.